ഇന്നത്തെ കറികളിലെ താരം കോളിഫ്ലവറാണ്. അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ടിച്ച് അപ്പോഴേക്കും ചോറ് തിളച്ച് അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഒഴിച്ചുകറിക്ക് ഇന്ന് മുതിരയാണ്. അതൊന്ന് വറുത്ത് കഴുകി ചതച്ച് വെച്ചു. ഉള്ളിയും തക്കാളി മസാലപ്പൊടികളും ഇട്ടിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെച്ചു. കോളിഫ്ലവറിൽ ചിക്കൻ മസാല പുരട്ടി വെച്ചതിന് ശേഷം ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കി. അരച്ച് കഴിഞ്ഞപ്പോഴാണ് പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ. എന്നിട്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് ഉപ്പിട്ടിട്ട് അതങ്ങോട്ട് സെറ്റാക്കി വെച്ച്. അപ്പോഴാണ് ചോറ് റൈസ് കുക്കറിൽ നിന്നും കൂടെ ഒന്ന് പരിഗണിക്കിട്ടോ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നോക്കിയാൽ നന്നായി, ഇല്ലെങ്കിൽ പായസം കുടിക്കേണ്ടി വരും ഇനി. അപ്പോഴേക്കും കറിയൊക്കെ റെഡിയായി. അതൊന്ന് വറവിട്ട്. ചന്ദ്രു അംഗനവാടി പോണ വഴിത്തെ മാവുന്ന് ഇടയ്ക്കിടയ്ക്ക് മാങ്ങകൾ ചാടുന്നതുകൊണ്ട് ഇന്ന് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോഴാണ് ഒരു അശരീരി കേട്ടത്. ഇന്ന് പണിയില്ല കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ പോയി കിടന്നുറങ്ങി. ചന്ദ്രു എണീറ്റ് വന്നപ്പോഴാണ് പിന്നെ എണീറ്റ്. ചായ കൂടി കഴിഞ്ഞപ്പോൾ ഇനി ചിരട്ട വേണം. എന്തിനാ? ചിരട്ട കൊണ്ട് ഉടുക്കുണ്ടാക്കാൻ. അത് ഉണ്ടാക്കിയിട്ട് ഒരു കൊട്ടിപ്പാട്ടും കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെ കോളിഫ്ലവർ താരത്തെ ഒന്ന് ഒരുക്കാൻ പോയി. കോളിഫ്ലവർ വറുത്തെടുത്തിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മസാലപ്പൊടികളും കൂടെ ഇട്ട് വഴറ്റി, എന്നിട്ട് അതിലേക്ക് കോളിഫ്ലവറും കൂടെ ഇട്ട് അങ്ങനെ ആ കറി ഉണ്ടാക്കി മാറ്റി വെച്ചു. ചന്ദ്രന് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊടുത്തു. ഓനിപ്പോൾ ഈ സ്റ്റീൽ പാത്രം കേട്ടോ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടത്. ഓന് വെള്ളം കൂടെ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോഴത് അവൻ ചിരട്ട മാറ്റിയിട്ട് അതുകൊണ്ട് ത്രാസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു. പുറത്തൊരു ചുന്തരിമണി അങ്ങനെ മൂത്ത് പഴുത്ത് നിൽക്കണ്ടേന്. ഒന്നും നോക്കിയില്ല, അതിനങ്ങോട്ട് കുത്തിയിട്ട് ചെത്തി മിനുക്കി പാത്രത്തിലാക്കി. ഒരു കെമിക്കലും പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത നല്ല നാടൻ ഐറ്റം. ചന്ദ്രന് ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ശരി, ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.